നമസ്കാരം. ഇന്ന് ഉലുവാക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉലുവാക്കഞ്ഞിയുടെ ഗുണങ്ങൾ ഏറെയാണ്. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ ഇവയെല്ലാം കുറയ്ക്കാനും, നമ്മുടെ ചർമ്മത്തിനും മുടിക്കും അതുപോലെ എല്ലിനും ബലം നൽകാനും, ജോയിൻസുകൾക്ക് വരുന്ന വേദന, അതുപോലെ നടുവേദന, കോൺസ്റ്റിപ്പേഷൻ ഇവയെല്ലാം മാറിക്കിട്ടാൻ ഉലുവാക്കഞ്ഞി സഹായിക്കും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1 കപ്പ് മട്ടയരി നന്നായി കഴുകിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് ചെറുപയറും 4 ടേബിൾ സ്പൂൺ ഉലുവയും നന്നായി കഴുകിയതിന് ശേഷം 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഞാൻ എടുത്തു വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. ഉലുവാക്കഞ്ഞിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എന്നും ഇത് കഴിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ 3 ദിവസം ഒരു നേരം, അല്ലെങ്കിൽ 7 ദിവസം, അല്ലെങ്കിൽ 11 ദിവസം, അല്ലെങ്കിൽ 14 ദിവസം. ഇത്രയും ദിവസം ഒരു നേരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇടവിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും പോരാ, ഇനി ഉടഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ചെറുപയറും അതേപോലെ ഉലുവ വെള്ളത്തോടൊപ്പം ചേർത്ത് കൊടുക്കുക. ഉലുവ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1 കപ്പ് വെള്ളം ഉരുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുത്തത്. അല്പം കൂടെ മധുരം വേണം എന്നുള്ളവർക്ക് 1 അച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഉലുവാക്കഞ്ഞിക്ക് ഒരു ഊറിയ മധുരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി മധുരം വേണ്ട എന്നുള്ളവർ അല്പം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ചതിന് ശേഷം 1 വിസിൽ വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയാണ് നമ്മുടെ ഉലുവാക്കഞ്ഞിയുള്ളത്. ഞാനിവിടെ ലൂസായിട്ടല്ല കഞ്ഞിയാക്കുന്നത്, നല്ല കുറുകി തന്നെയാണ് കഞ്ഞിയാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങാപ്പാൽ അധികം ചേർത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂണ് ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം വേണമെങ്കിൽ മുഴുവനോടെയും ഇടാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിള വരാൻ തുടങ്ങുമ്പോൾ ഓഫാക്കുക. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഉലുവയുടെ കയ്പൊന്നും ഒട്ടുമില്ല. ഇത് കർക്കിടകത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.